സ്വാഗതം. സായന്ന ടാരക്കടയിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് ഏഞ്ചൽസ് ആൻഡ് ആൻസസ്റ്റേഴ്സ്, മാലാഖമാരും പൂർവികരും എന്ത് രണ്ട് കാര്യമാണ് ഇന്ന് താങ്കൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. രണ്ട് കാർഡുകൾ, രണ്ട് സന്ദേശങ്ങൾ, ഒന്ന് ഏഞ്ചൽ, ഒന്ന് ആൻസസ്റ്റേഴ്സ്. എന്താണ് മാലാഖമാർ താങ്കളെന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നത് വെച്ചപ്പോൾ നമുക്ക് മൂൺ എന്ന് പറയുന്ന കാർഡാണ്. ടേക്ക് നോട്ട് ഓഫ് ഇൻറ്റ്യൂറ്റീവ് മെസ്സേജസ് എന്നുള്ളതാണ്. അതായത് ടേക്ക് നോട്ട് ഓഫ് ഇൻറ്റ്യൂറ്റീവ് മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന അവബോധം നൽകുന്ന ചില സന്ദേശങ്ങൾ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിൽ ഇതിന് യുക്തിസഹജമായിട്ടൊന്നും നമുക്ക് തോന്നില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ തോന്നുകയാണ് ഇതാണ് ശരി, ഇതായിരിക്കും നല്ലത്, ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു സഹജമായിട്ടുള്ള ചില ചിന്തകൾ അതെന്താണെന്ന് നോട്ട് ചെയ്യുകയും അത് എഴുതി വയ്ക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ താങ്കൾക്ക് ഇന്ന് ഇൻറ്റ്യൂറ്റീവ് മെസ്സേജിലൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും അങ്ങനെ സന്ദേശങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അതെവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുകയും വേണം. രണ്ടാമത്തത് എന്താണെന്ന് അറിയണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് പീസ് കീപ്പർ എന്ന് പറയുന്ന കാർഡാണ്. ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് എന്നുള്ളതാണ്. അതായത് പീസ് കീപ്പർ എന്ന് പറയുന്ന കാർഡ് നമ്മളോട് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചാൽ മതി എന്നുള്ളതാണ്. അതായത് ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ശരിയും തെറ്റും നോക്കണ്ട, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കും ശരി, പക്ഷേ ആ സിറ്റുവേഷനിൽ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമാധാനം നിലനിൽക്കുമെങ്കിൽ തൽക്കാലം സമാധാനത്തിന് വേണ്ടി നോക്കിയാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ ഈഗോ ഒന്ന് താഴ്ത്താനാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്, എനിക്കറിയാം. പക്ഷെ എന്നാലും നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കൊരു സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് ബി എ പീസ് കീപ്പർ. അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ തർക്കിക്കേണ്ട, ആർഗ്യ ചെയ്യേണ്ട, മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. സമാധാനം നിലനിൽക്കട്ടെ എന്ന്. അപ്പോൾ ഈ രണ്ട് സന്ദേശങ്ങളാണ് ഇന്ന് താങ്കൾക്ക് ഇവർ നൽകുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു വെരി മച്ച്.